ഇന്ത്യ US ട്രേഡ് ഡീൽ വീണ്ടും ലൈംലൈറ്റിലേക്ക് വരുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 300 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് ആണ്. നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് ഇനി വരുന്ന ഏതൊക്കെ ലെവൽസ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ട്രേഡ് ഡീലിന്റെ കംപ്ലീറ്റ് ന്യൂസ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ നോക്കി മനസ്സിലാക്കാൻ പറ്റാവുന്നുള്ളൂ. ഇൻ ഷോർട്ട് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന 50% ഗ്ലോബൽ താരിഫ് അത് ലാസ്റ്റ് ഡേ സുപ്രീം കോർട്ട് US സുപ്രീം കോർട്ട് അത് വീണ്ടും 10% ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഡൊണാൾഡ് ട്രംപ് അതിന് ഒരു കൺഫർമേഷൻ കൊടുത്തു. ലാസ്റ്റ് ഉണ്ടാക്കിയിരുന്ന താരിഫ് തന്നെയായിരിക്കും അതിൽ തുടരുക എന്നുള്ളത്. സോ അതിന്റെ ഡീറ്റെയിൽ ന്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി സോഷ്യൽ മീഡിയ എന്നൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും ദിവസങ്ങളിൽ വാച്ച് ചെയ്യേണ്ടത്, ഈവൻ 300 പോയിന്റ് ഗ്യാപ്പ് അപ്പ് വന്നാൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇപ്പോൾ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി നമുക്ക് ഇവിടെ നിന്ന് കാണാം ഓൾമോസ്റ്റ് 1.2% ഗ്യാപ്പ് അപ്പ് ആണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന ഇമ്പോർട്ടന്റ് ലെവൽ ഉണ്ട്. ഈ ഒരു ലെവൽ നിങ്ങൾക്ക് കാണാം. ഈ ലെവലിൽ നിന്ന് മാർക്കറ്റിൽ സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ടാകും എന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു. എനിക്കൊരു കമന്റും കൂടി വന്നിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് വീഡിയോ എപ്പോഴും മുഴുവനായിട്ട് കാണാം എന്നുള്ളത്. വൺസ് മാർക്കറ്റ് നല്ലൊരു ഫോള് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ. സോ എക്സാക്ട് ഈ ഒരു സപ്പോർട്ടിൽ നിന്നാണ് വീണ്ടും മാർക്കറ്റിൽ ഒരു ഹൈ എടുത്തത്. വീണ്ടും ആ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്ത ലെവൽ കാണാം. ആ റെസിസ്റ്റൻസ് ലെവലിൽ നിന്നാണ് ലാസ്റ്റ് തേഴ്സ്ഡേ വീണ്ടും നല്ലൊരു ഫോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ ഒരു 300 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് ആകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 850 ലെവൽ 850 to 900 ലെവലിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവാൻ ചാൻസ്. ഈവൻ ഏഷ്യൻ മാർക്കറ്റും കൂടി പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെവലിലായിരിക്കും വീണ്ടും മാർക്കറ്റിൽ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുക. ഈ ഒരു ക്യാൻഡിൽ അത് എങ്ങനത്തെ ക്യാൻഡിൽ ആകും, അവിടെ നിന്നൊരു സെൽ ഓഫ് വരുമോ എന്നുള്ളതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടുമോ അല്ലെങ്കിൽ അവിടെ നിന്നൊരു റാലി കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ക്യാൻഡിൽസിനൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ട്, ഓരോ ക്യാൻഡിൽ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാനാണെങ്കിൽ നമ്മുടെ 7 days വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ക്യാൻഡിൽ ഫോർമേഷൻ പഠിക്കാം. അതോടൊപ്പം നമ്മുടെ ടെലിഗ്രാം ചാനലിലും കൂടി ഞാനത് അപ്ഡേറ്റ് ചെയ്തേക്കാം. സോ അതാണ് നിഫ്റ്റിയിൽ നമുക്ക് വരും ദിവസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യാനുള്ളത്. സോ ആ മൺഡേ ഇവിടെ വരുന്ന ക്യാൻഡിലിനെ വാച്ച് ചെയ്യുക. അത് ഏത് ക്യാൻഡിലാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം നെക്സ്റ്റ് മൂവിലേക്ക് നീങ്ങുക. ദെൻ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നല്ല ഒരു ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിക്ക് കാണാൻ കഴിഞ്ഞത്. എക്സാക്ട് ആ റെസിസ്റ്റൻസിൽ നിന്നാണ് നല്ലൊരു ഫോൾ ഉണ്ടായിരിക്കുന്നത്. സോ ആ ഫോളിന് കണ്ടിന്യൂഷൻ ഇല്ലാണ്ട് ലാസ്റ്റ് ഫ്രൈഡേ വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് വന്നേക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഈ ഒരു റെസിസ്റ്റൻസ് സോണിലേക്ക് വരും. സോ ആ റെസിസ്റ്റൻസ് സോണിൽ നിന്ന് ഏത് ടൈപ്പ് ഓഫ് ക്യാൻഡിൽ ആയിരിക്കും എന്നുള്ളത് നോക്കിയതിന് ശേഷമായിരിക്കും ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ബാങ്ക് നിഫ്റ്റി സെൽ ഓഫ് വരുമോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു കണ്ടിന്യൂഷൻ തന്നെ പോകുമോ എന്നുള്ളത്. സോ ആ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. സോ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.